നമ്മള് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കണത്. പക്ഷേങ്കിലുണ്ടല്ലോടാ കുറച്ചധികം വൈകി ഇത് തുടങ്ങാനായിട്ട്. ഇനിയിപ്പോ ഇത് തീരാനായിട്ട് ഇരുട്ടാവോ എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആകെയുള്ള സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, മൂന്നാല് പേരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇപ്പൊ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അതായത് എല്ലാ വീഡിയോയിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നാലും പുതുതായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയില്ലല്ലോ. ഇതും എപ്പോഴത്തെയും പോലെ തന്നെ, അതായത് കഴിഞ്ഞ 3-4 വീഡിയോത്തെ പോലെ തന്നെ നമ്മൾ വെക്കേഷൻ സമയത്ത് വീട്ടിൽ പോയിരുന്നപ്പോൾ എടുത്ത വീഡിയോകളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. വൈകി തുടങ്ങിയ കലാപരിപാടി വേറൊന്നുമല്ലടാ, ഒരു സ്നാക്സ് ഐറ്റം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായിട്ട് ഇതാ ഇന്നിപ്പോ 1 കിലോ അളവിൽ മൈദമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വളരെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് എരിവ് വേണ്ടല്ലോ, കുട്ടികളൊക്കെ കഴിക്കണതല്ലേ. അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ അളവ് വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഈ ചേർക്കണ സംഭവം ചെറിയ ജീരകമാണ് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഉണ്ടാവും. അതിന് അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ഇതാ അമ്മിയിലിട്ട് അരച്ചാണ് കേട്ടോ എടുത്തത്. മിക്സിയിലാണെന്നുണ്ടെങ്കിലും അരച്ചെടുക്കാം. അവളാണെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപും പറഞ്ഞിരുന്നല്ലോ, അവൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ രസമോ കറിക്കൊക്കെ ഇങ്ങനെ അമ്മിയിൽ അരച്ചെടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഇപ്പം ആ ജീരകത്തിനെ അമ്മിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതോടെ ചേർത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതേപോലെ ഇതിനെയും കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അതുമാത്രമല്ല ഈ 1 കിലോ എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം അതിനെ ഈ ചപ്പാത്തി പരുവത്തിലേക്ക് കുഴച്ചെടുക്കുക എന്ന് പറയുന്നതും ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം അനിയത്തി ഒരുവിധം ഒന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി തന്നു. ബാക്കി ഇനിയിപ്പോൾ എൻ്റെ വകയും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും ദാ അതിനെ ഒന്ന് ഇടിച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് നമുക്ക് ആ വേണ്ട പരുവത്തിൽ സെറ്റായി വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒട്ടൽ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ മൈദമാവ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇടിച്ച് കുഴച്ചെടുത്തപ്പോൾ അത് ഏകദേശം നമുക്ക് വേണ്ട ആ ഒരു അളവിൽ തന്നെ സെറ്റായി വന്നു കേട്ടോ. മുൻപും ഞാൻ നമ്മളുടെ വീഡിയോകളിലും ഷോർട്സിലൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, വീടെത്തി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇങ്ങനെ തിണ്ണയിലിരുന്നാണ് എന്ന്. അതല്ല ചായ കുടിക്കണതോ ചില സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലും ഈ തിണ്ണയിലിരുന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ഓരോ കഥയും പറഞ്ഞ് ചെയ്യുമ്പോൾ പണി തീരണതും അറിയില്ല, സമയം പോണതും അറിയില്ല കേട്ടോ. അതുണ്ട്. ഇതിപ്പോൾ നമ്മൾ തുടങ്ങി തന്നെ കുറച്ച് വൈകിട്ടാണ്. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് രാത്രിയാകുമ്പോഴത്തേനും തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് തുടങ്ങിയത് തന്നെ. കുഴച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ദാ ചപ്പാത്തിക്ക് ഉരുളയാക്കുന്നത് പോലെ തന്നെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ആ പണിയായപ്പോൾ ദാ എൻ്റെ ഏട്ടൻ്റെ മോള് അപ്പുവും കൂടിയിട്ടുണ്ട്. അവളുടെ പേര് സ്നേഹ എന്നാണ്, നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് അപ്പു എന്നാണ് കേട്ടോ. പിന്നെ ദാ ഇപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ കളിക്കൂട്ടുകാരുടെ മക്കൾ തന്നെയാണ് കേട്ടോ. അവരും വെക്കേഷനായപ്പോൾ വിരുന്ന് വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ എന്താ ഇപ്പം ഈ ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് അവരും കുറച്ചധികം സമയം ഇപ്പം അവിടെ ഇരിക്കണു. അപ്പോൾ ചെറിയ ആൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ടാറ്റയൊക്കെ പറയണതാണ് കേട്ടോ കണ്ടത്. പിന്നെ നമ്മൾ കുഴച്ചെടുത്തതിനെ ചപ്പാത്തി പരത്തണത് പോലെ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കണത്. ചപ്പാത്തി നമ്മൾ ഒന്നുകൂടെ നൈസായിട്ടല്ലേ പരത്തുക, അതിൻ്റെ 2 ചപ്പാത്തിയുടെ തിക്കിലല്ല, എന്നാലും ഒന്നുകൂടെ ഒന്ന് തിക്കിൽ ഇതേപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അനിയത്തി എന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അനിയത്തിയുടെ പേര് അനിത എന്നാണ്, ഞങ്ങൾ അനു എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അനു അത് കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാനിതാ അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, ചെറിയ സൈസിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ശരിക്കും ഇങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ഈ ഡയമണ്ട് ഷേപ്പിലാണല്ലോ, കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട്. അപ്പം നമുക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടമുള്ളത് ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ താഴെ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചത്. അത് നമ്മൾ അധിക സമയമൊന്നും വയ്ക്കണില്ല, ഈ കട്ട് ചെയ്തെടുക്കേണ്ട സമയത്തിന് മാത്രമാണ്. അതുകൊണ്ട് ന്യൂസ് പേപ്പർ വെച്ച് ഒപ്പിച്ചു. ഇത്രയും സമയം ഞങ്ങൾ എന്ത് സമാധാനത്തോടെ പണി ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോഴത്തേനും ദാ എത്തി. വേറെ ആരുമല്ല, അമ്മമ്മയും പേരമക്കളും കൂടിയിട്ട് കടയിൽ പോയതായിരുന്നു കേട്ടോ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ദാ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണേ. അവർക്ക് ഞങ്ങൾ ഈ പരത്തണതും മുറിക്കണതൊക്കെ കണ്ടപ്പോൾ എന്തോരം സന്തോഷം അറിയോ. ആ മാവിൽ കളിക്കാനായിട്ടാണ്. അവിടെ അവരെ നിർത്തിയാൽ ഞങ്ങളുടെ പണി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മയെ കൊണ്ട് വീണ്ടും അവരെ കൊണ്ട് ഒരു റൗണ്ട് കൂടെ ഒന്ന് നടന്നിട്ട് വാന്ന് പറഞ്ഞിട്ട് അമ്മമ്മനെയും പേരമക്കളെയും കൂടെ പറഞ്ഞയച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി ഞങ്ങൾ പണി ചെയ്യാൻ നിന്നത്.
3-4 പരത്തിയെടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അനു ദാ അത് ഉണ്ടാക്കി തുടങ്ങാന്ന് പറഞ്ഞ് അടുപ്പിൻ്റെ അടുത്തോട്ട് പോയിട്ടോ. ഇനിയും ഇപ്പോൾ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരുവിധം പരത്തി കഴിയുമ്പോഴത്തേനും എന്നിട്ട് ഉണ്ടാക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് തീരുമ്പോൾ രാവിലെ ആവും. അതുകൊണ്ട് അവൾ ഉണ്ടാക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഇതാ അപ്പു ഇരുന്നിട്ട് എനിക്ക് പരത്തി തന്നു. ഞാൻ ഇപ്പുറത്തിരുന്ന് അത് നമുക്ക് ആ വേണ്ട ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വേഗത്തിൽ തീർന്നു കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഇതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. മാത്രമല്ല ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അതിൽ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. മാത്രമല്ല 1 കിലോ അളവിലുള്ള മൈദമാവിന് ആകെ കൂടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ ആവശ്യം വന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ച് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മക്കൾക്ക് ഒരുപാട് ദിവസത്തേക്ക് കറുമുറാന്ന് കഴിക്കാനുള്ളതായല്ലോ. ആദ്യമേ പറഞ്ഞിരുന്നല്ലോ തുടങ്ങാനായിട്ട് കുറച്ചൊന്ന് വൈകിയെന്ന്. അതുകൊണ്ട് തന്നെ ഇത് തീരുമ്പോഴും ഇരുട്ടി തുടങ്ങിയിരുന്നു. പക്ഷേങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് ഓരോ പൊട്ടത്തരങ്ങളും പറഞ്ഞ് ഓരോ പണിയായിട്ട് ചെയ്തപ്പോൾ ഇത്രയും സമയം പോയതും പണി തീർന്നതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണെങ്കിലോ മക്കൾക്ക് കുറേ ദിവസത്തേക്ക് കഴിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്സും. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയ സമയത്തെടുത്ത ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.